പണ്ട് ഞാൻ ഫൈനൽ ഇയർ എക്സാം കൊടുക്കുന്ന സമയത്ത്, ഫൈനൽ ഇയർ എന്ന് പറയുമ്പോൾ നമ്മുടെ 10th സ്റ്റാൻഡേർഡിൽ മെയിൻ എക്സാം എഴുതുന്ന സമയത്ത് എൻ്റെ സാറ് എനിക്ക് പറഞ്ഞു തന്നതാണ്. ഇന്ന് സാർ അത് കേൾക്കുന്നുണ്ടോ എന്നെനിക്ക് അറിയില്ല. സാർ കേൾക്കുന്നുണ്ടെങ്കിൽ സാറിന് ഓർമ്മ ഉണ്ടാവുമോ അറിയത്തില്ല. സാർ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതായിട്ട്. കാരണം അന്ന് ഞാനത് കേട്ടപ്പോഴത്തേന് എൻ്റെ ഉള്ളിലങ്ങ് ഭയങ്കര രോമാഞ്ചം ഉണ്ടാക്കിയൊരു കാര്യമായിരുന്നു. അത് തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഒരു വർഷം എടുത്തിട്ടാണ് ഈ +2 ബയോളജി ഇപ്പം നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത്. ബയോളജി എന്നാണ് നെക്സ്റ്റ് എക്സാം ആയതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. ഏതൊരു സബ്ജക്റ്റും ആയിക്കോട്ടെ, നിങ്ങൾ ഒരു വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. എൻ്റെ സാർ പറഞ്ഞത് ഇതാണ്: നിങ്ങൾ ഒരു വർഷം എടുത്ത് പഠിച്ചതായിക്കോട്ടെ, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചതായിക്കോട്ടെ, നിങ്ങളെ വിലയിരുത്തുന്നത് നിങ്ങൾ അവിടെ ഒരു മണിക്കൂറിൽ എന്തെഴുതുന്നു, അല്ലെങ്കിൽ എന്താണ് ആ പേപ്പറിൽ നിങ്ങൾ എഴുതി വയ്ക്കാൻ പോകുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മാർക്ക് വരാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ നിങ്ങൾ പഠിച്ചെന്ന് പറഞ്ഞാലും, എന്തൊക്കെ നിങ്ങൾ ഒരു വർഷം എടുത്തു, എത്ര ടൈം എടുത്തു, ഇത്രയും കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും, നിങ്ങൾക്ക് ആ ഒരു മണിക്കൂറിൽ എത്ര മാക്സിമം ചെയ്യാൻ പറ്റുമോ അത്രയും മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അതാണ് നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ സ്കോറും നിങ്ങളുടെ A+ ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അത് ആക്ച്വലി ഈ പറയുന്ന നമ്മുടെ മെയിൻ എക്സാം, +2 എക്സാം, അല്ലെങ്കിൽ +1 എക്സാം, അല്ലെങ്കിൽ നിങ്ങളുടെ 10th എക്സാം, അല്ലെങ്കിൽ നിങ്ങളുടെ നീറ്റ് എക്സാം, നിങ്ങളുടെ ഏതൊരു എക്സാമും ആയിക്കോട്ടെ, നിങ്ങളുടെ വാല്യൂ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്തത്, നിങ്ങൾ ഒരു വർഷമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, എന്ത് പഠിച്ചു എന്നുള്ളതൊന്നും ആരും നോക്കാൻ വരില്ല. നിങ്ങൾ ആ എക്സാമിന് എന്താണ് ആ ഒരു മണിക്കൂർ നിങ്ങളുടെ കൈ കൊണ്ട് എഴുതി വയ്ക്കാൻ പോകുന്നത്, അത് മാത്രമേ നിങ്ങളുടെ മാർക്ക് ഡിസൈഡ് ചെയ്യത്തുള്ളൂ. നിങ്ങൾ ഓൾറെഡി ഹാഫ് ഇവിടെ എത്തി നിൽക്കുകയാണ്. ഇനി നിങ്ങളുടെ ഒന്നുകൂടെ ഒന്ന് പുഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്കുകളൊക്കെ നിങ്ങളുടെ കയ്യിലിരിക്കാനാണ് പോകുന്നത്. കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇന്ന് എക്സാം കൊടുക്കാനായിട്ട് നിൽക്കുന്നത്. അത് നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ ഈ കഷ്ടപ്പാടെന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്നതെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, ചെറിയൊരു കാര്യമല്ല. പഠിക്കുക എന്ന് പറയുന്നത് വളരെ എനർജി റിക്വയറിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളിപ്പോൾ ഇന്ന് നിങ്ങൾ എക്സാം കൊടുക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാം നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ഒരു 2 ദിവസം കൂടെ നിങ്ങളൊന്ന് പുഷ് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് മിറാക്കിൾസുകളെ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ, ഈ 2 ദിവസം നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ എന്താ പറയുക, ഒന്നും ഇല്ലാത്തടത്ത് നിന്ന് നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും. ഈ ഒരു 2 ദിവസം നിങ്ങൾ വർക്ക് ചെയ്യുവാണെങ്കിൽ നാളെ നിങ്ങളുടെ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഇന്ന് കഷ്ടപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നതിൻ്റെ ആ ഒരു ബലമെന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ വളരെ മാധുര്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ കണ്ണിനിങ്ങനെ കുളിർമ തന്ന് കാണാൻ കഴിയും. എന്താണ് ആ മാധുര്യം എന്ന് പറയുന്നത്? നിങ്ങളുടെ മാർക്കാണ്. കാരണം നിങ്ങൾ അതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്കിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇനിയൊരു കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. ഈ ഒരു കുറച്ച് ദിവസം കൂടെ നിങ്ങളുടെ മാക്സിമം നിങ്ങൾ പുഷ് ചെയ്തെടുക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെപ്പോലെ തന്നെ കുറേ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ പിൻവാങ്ങാൻ എന്ന് പറയുക, അല്ലെങ്കിൽ പിന്നോക്കം പോകാനുള്ള, അല്ലെങ്കിൽ എനിക്ക് കഴിയില്ല, എനിക്ക് കഴിയുമോ, നിങ്ങൾക്കറിയാമോ കുറേ കുട്ടികൾ അതിപ്പോൾ +2 എക്സാം എന്നല്ല, കുറേ എക്സാംസ്, ഏത് എക്സാം വേണമെങ്കിലും എടുക്കുക, അവസാനത്തെ ടൈം ആകുമ്പോഴത്തേനും കുറച്ചൊന്ന് ബാക്കിലോട്ട് പോകും, ടെൻഷൻ കാരണം. എന്നാൽ ഈ ഒരു ടൈമിൽ കുറേ കുട്ടികൾ എന്താണെന്ന് വെച്ചാൽ മാക്സിമം ഫ്രണ്ടിലോട്ട് വരാൻ നിൽക്കും. അപ്പം നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ്? ഫ്രണ്ടിലോട്ട് വരാൻ നിൽക്കുന്നവരാണെങ്കിൽ, കാരണം അവർ പുഷ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഈ ഫ്രണ്ടിലോട്ട് വരുന്നവരെന്ന് പറയുന്നത് കുതിച്ചു പോകാൻ നിൽക്കുന്നവരാണ്. കാരണം അവരൊരിക്കലും ബാക്കിലോട്ട് പോകത്തില്ല. എന്നാൽ ഈ ബാക്കിലോട്ട്, അല്ലെങ്കിൽ ടെൻഷനായിട്ട് ബാക്കിൽ പഠിക്കാൻ കഴിയത്തില്ല എന്നുള്ളൊരു ആലോചനയിൽ നിൽക്കുമ്പോഴത്തേനും അവരെ ഒരുപാട് അവരിങ്ങനെ തള്ളി നമുക്ക് ബാക്കിലോട്ട് ഇടാൻ വളരെ ഈസിയാണ്. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ഫ്രണ്ടിലോട്ട് കുതിച്ചു പായാനല്ലേ പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു വെട്ടിക്കെട്ട് ക്ലാസ്സുമായിട്ട്
ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. എന്താണ് ആ ക്ലാസ് എന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. അതായത് ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഞാൻ കൂടുതൽ എല്ലാവർക്കും എടുക്കുന്നത് ബയോളജി ക്ലാസ്സാണ്. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് +2 സ്റ്റുഡൻസിന് കൂടെ എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഒന്ന് തള്ളി അങ്ങ് വിട്ടുടാ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ ഞാൻ ഓരോ ചാപ്റ്റർ വൈസ് നമ്മുടെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തപ്പോഴത്തേനെ നിങ്ങളെ സിമ്പിളായിട്ട് മാർക്ക് മേടിപ്പിക്കാനുള്ള ഒരു വിദ്യ എൻ്റെ മുമ്പിൽ വന്നു. ആക്ച്വലി അതൊരു ഹാർഡ് വർക്ക് അല്ല, അതൊരു സ്മാർട്ട് വർക്കാണ്. എന്താണ് ആ സ്മാർട്ട് വർക്ക് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ആ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ നിങ്ങളെ മുമ്പിലോട്ട് എത്തിക്കുക. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മുമ്പിലോട്ട് എത്തും. നിങ്ങൾക്ക് പല ബുക്കുകളുണ്ട്, എന്നെപ്പോലെ തന്നെ ഇഷ്ടം പോലെ യൂട്യൂബ് ചാനൽസുകളുണ്ട്, ഇഷ്ടം പോലെ വീഡിയോസ് നിങ്ങൾക്കുണ്ട്, ഇഷ്ടം പോലെ ക്ലാസ്സുകൾ നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക. പക്ഷേ ഞാൻ എന്താ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നൂടാ എന്ന് ഞാനൊന്ന് ചിന്തിച്ചു നോക്കി. കാരണം നിങ്ങൾക്കൊരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് ദ ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് ദ മൈക്രോസ്പൊറാഞ്ചിയം ഈസ് കോൾഡ് ഡാഷ് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ കുട്ടികൾക്കും അറിയാം, ബയോളജി സ്റ്റുഡൻസ് ആയിട്ടുള്ളവർ മിക്ക കുട്ടികൾക്കും അറിയാം. ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്, എങ്കിലും അറിയാം ടപ്പീറ്റമാണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടപ്പീറ്റോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതായത് ഒരു പ്രീവിയസ് ഇയർ കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഞാനിവിടെ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് നിങ്ങൾക്കൊരു മൈക്രോസ്പോറോജെനസിസ് തന്നെ എനിക്ക് പഠിപ്പിച്ചു തന്നൂടാ, വളരെ സിമ്പിളായിട്ട് പഠിപ്പിക്കാമല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. സോ ദാറ്റ് നെക്സ്റ്റ് നിങ്ങളുടെ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇൻ കേസ് മൈക്രോസ്പോറോജെനസിസ് ആണ് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ടോപ്പിക്കാണ് എങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓക്കെ മിസ് ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ഇതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എവിടെ കൂടിയെങ്കിലും കണക്ട് ചെയ്ത് എഴുതാൻ കഴിയുമോ കഴിയില്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, കഴിയുമോ കഴിയില്ലേ? അതായത് കഴിയും, അത് തന്നെയാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. കാരണം നമ്മൾ നമ്മളിപ്പോൾ എൻ്റെ ക്ലാസ്, ഞാനിപ്പോൾ നിങ്ങളുടെ ക്ലാസ് എടുക്കുകയാണ്, നിങ്ങൾ ക്ലാസ് കേട്ടു, ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് ദ മൈക്രോസ്പൊറാഞ്ചിയം തന്നു, നിങ്ങൾക്ക് എൻ്റെ ആൻസർ ടപ്പീറ്റോ എന്ന് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് മൈക്രോസ്പോറോജെനസിസ് മെഗാസ്പോറോജെനസിസ് എന്താണെന്ന് കൂടെ ജസ്റ്റ് ഒരു ക്വിക്കായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞും കൂടെ തന്നു. അപ്പോൾ പക്ഷേ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നത് മെഗാസ്പോറോജെനസിസ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മീൻസ് ക്ലാസ്സിൽ പറഞ്ഞു തന്ന ആ കഥ മാത്രം മതി നിങ്ങൾക്ക് പെട്ടെന്ന് ഓക്കെ ഇത് ഞാൻ കേട്ടതാണല്ലോ, എനിക്കിത് എഴുതാൻ കഴിയുമല്ലോ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ എഴുതാൻ ശ്രമിക്കും. പക്ഷേ നിങ്ങൾക്ക് ഇത് അറിയത്തേ ഇല്ല, ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് ദ മൈക്രോസ്പൊറാഞ്ചിയം ഈസ് കോൾഡ് ടപ്പീറ്റം എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ കഴിയുന്നത്? അപ്പം ഞാൻ ചിന്തിച്ചത് അങ്ങനെയാണ്, ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം, പ്ലസ് ആ ക്വസ്റ്റ്യൻ്റെ ടോപ്പിക്ക് തന്നെ കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തേക്കാം. സോ ദാറ്റ് നിങ്ങൾ എന്തായിരുന്നാലും തകർത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് മാർക്ക് മേടിക്കണം എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു എനിക്ക് മുമ്പിൽ വന്നത്. അപ്പോൾ ഞാൻ അതുമായിട്ട് നാളെ വരികയാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ കേൾക്കാനോ പഠിക്കാനോ ഒക്കെ റെഡി ആയിട്ടിരിക്കുവാണെന്ന് ഞാൻ അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ, നാളെ കാണാം.